എല്ലാവർക്കും നമസ്കാരം. പത്തനമാറ്റ് സീരിയലിന്റെ അപ്കമിംഗ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു സൺഡേ ഒക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങിയാലോ. അങ്ങനെ ആശുപത്രി കിടക്കുന്ന ദേവയാനിയുടെ ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ച് നമ്മുടെ ജയന്റെ അടുത്തും ആദർശിന്റെ അടുത്തും ഡോക്ടർ സംസാരിക്കുക. അതെ, ദേവയാനിക്ക് ഇവിടെ വന്നതിനെക്കാട്ടിലും ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് പുള്ളിക്കാരിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ വേണ്ട രീതിയിൽ പുള്ളിക്കാരിയെ കെയർ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അവരുടെ ജീവൻ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് അവരുടെ വൃക്കകളെയൊക്കെ ഇത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയില്ലെങ്കിൽ മിക്കവാറും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെയും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെയും നഷ്ടപ്പെടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ദേവയാനിയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് സാമ്യമുള്ള ഒരു ഗ്രൂപ്പ് കണ്ടെത്തി എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ ചെയ്യണം. അയ്യോ, അമ്മയുടേത് റെയർ ഗ്രൂപ്പാണല്ലോ ഡോക്ടറെ, അത് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ ആശുപത്രിയിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് ആ ഒരു ഗ്രൂപ്പ് കിട്ടാൻ സാധ്യതയുണ്ടോ? അത് റെയർ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അത് കിട്ടാനുള്ള സാധ്യത കുറവ് ആദർശേ. പിന്നെ നിങ്ങൾ അനന്തപുരി തറവാട്ടിലുള്ള ആൾക്കാരായതുകൊണ്ടും നിങ്ങളുടെ മുത്തശ്ശനെ ഞങ്ങൾക്കൊക്കെ വളരെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടും ഞങ്ങളുടെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ ദേവയാനി പഴയ രീതിയിലാകണമെങ്കിൽ അവരുടെ ആ ഒരു വൃക്ക മാറ്റിവെക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇപ്പം അവരുടെ ശരീരത്തുള്ളത് വിഷം കലർന്ന ആ ഒരു രക്തമാണ്. അതുകൊണ്ട് തന്നെ അത് മാറ്റിയിട്ട് പുതിയ ബ്ലഡ് കയറ്റേണ്ടി വരും. എന്തായാലും എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് ഉടനടി ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഇവിടെ അന്വേഷിച്ചിട്ട് എനിക്ക് ബ്ലഡ് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ദേവയാനിയുടെ കുടുംബത്തിൽ AB നെഗറ്റീവ് ഗ്രൂപ്പുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് തയ്യാറാക്കി നിർത്ത്. പിന്നെ ട്രാൻസ്പ്ലാന്റേഷന്റെ കാര്യം അത് നമുക്ക് ആലോചിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ നമുക്ക് നഷ്ടപ്പെട്ടേക്കാം എന്നുള്ള കാര്യം ഡോക്ടർ ജയനോടും ആദർശിനോടും പറയുക. ഇതൊക്കെ കേട്ടതാ ചങ്ക് തകർന്ന് നിൽക്കുകയാണ് നമ്മുടെ ആദർശ്. എങ്ങനെ എൻ്റെ അമ്മ ഇനി രക്ഷിക്കുക? അങ്ങനെ ആദർശ് നേരെ പോയി നയനയുടെ അടുത്ത് സംസാരിച്ചു. നയനയാണെങ്കിൽ ആദർശേട്ടാ, അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗ്രൂപ്പും അത് തന്നെയാ. അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു. വേണ്ട മോളെ, അങ്ങനെയുള്ളൊരു തീരുമാനം എന്തായാലും നീ ഇപ്പം എടുക്കേണ്ട. ഇനി നിന്റെ ബ്ലഡാണ് അവളുടെ ശരീരത്തിൽ കയറ്റിയതെങ്ങാനും അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ മോളെ, നിന്നെ വെച്ചേക്കില്ല. പിന്നെ AB നെഗറ്റീവ് ഗ്രൂപ്പിന് എന്ത് ചെയ്യുവച്ചാ നമ്മൾ മറ്റെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണ്ടേ? ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് ആശുപത്രി കിടക്കുന്ന ദേവയാനിയെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ജലജയും മരുമോളും അതുപോലെ തന്നെ അനാമികയും അവളുടെ അമ്മയും ഒക്കെ എത്തുന്നത്. അങ്ങനെ ബ്ലഡ് ഗ്രൂപ്പിന്റെ കാര്യം കേട്ട് ഇവരെല്ലാരും ഇങ്ങനെ പരസ്പരം നോക്കുക. അപ്പൊ ആ സമയത്ത് അനാമികയുടെ അമ്മയുടെ വായിന്ന് ഒരു പൊട്ടത്തരം വീഴുക. അതെ, എൻ്റെ മോളുടെ ഗ്രൂപ്പ് AB നെഗറ്റീവാ, എൻ്റെ മോള് ബ്ലഡ് കൊടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ ദേവയാനി ചേച്ചിയെ രക്ഷപ്പെടുത്താൻ സാധിക്കുമല്ലോ. ഇത് കേട്ടതും അനാമിക ദേവയാനിയുടെ കാര്യമാണ്, എന്നാലും ഈ അമ്മ എന്തിനാ ഇവിടെ ആവശ്യമില്ലാതെ ഞാൻ ബ്ലഡ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞതെന്നും പറഞ്ഞ് ഈ അമ്മയെ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കുക. അതെ, ബ്ലഡ് കൊടുക്കാന്ന് അമ്മ എന്തിനാ ചാടിക്കേറി പറഞ്ഞത്? അതും എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് സഹിതം പറഞ്ഞു കൊടുത്തിരിക്കുക. എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി രക്തം പോലും ഈ ദേവയാനിക്ക് ഞാൻ കൊടുക്കില്ല. എടി മോളെ, അവരുടെ ജീവൻ രക്ഷിക്കാനല്ലേ, തൽക്കാലം നീ കുറച്ച് ബ്ലഡ് കൊടുക്ക്. ഇല്ലമ്മേ, നടക്കില്ല, നടക്കാത്ത കാര്യം അത്. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി അവിടെ ഒരു തർക്കം നടക്കുക. അപ്പൊ ഈ സമയത്താണെങ്കിലോ നമ്മുടെ അഭി ആണെങ്കിൽ അവിടെ ഓടിപ്പാഞ്ഞു വന്നു. അഭി വന്നിട്ട് എന്തായി, വല്യമ്മയുടെ കാര്യം രക്ഷപ്പെടുവോ? എങ്ങനെ ആദർശിച്ചിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? അമ്മയുടെ വൃക്ക മാറ്റി വെക്കണമെന്നാ പറഞ്ഞത്. എൻ്റെ ഒപ്പം മുത്തച്ഛനും മുത്തശ്ശിയും ഒക്കെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അവൻ അവരെയും കൂട്ടി അങ്ങോട്ട് വരികയാണ്. ദേവയാനിയുടെ കിടപ്പ് കണ്ടിട്ടാണെങ്കിലോ നമ്മുടെ മൂർത്തിക്ക് വലിയ വിഷമമായി. എടോ, ഞാൻ കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു പവർ ഉണ്ടായിരുന്നത് ദേവയാനിക്കാണ്. അതുപോലെ ആരും തന്നെ പ്രവർത്തിക്കുകയില്ല. അങ്ങനെയുള്ള ആ മോള് കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? എന്ത് ചെയ്യാനാ? അയ്യപ്പസ്വാമിയുടെ കോപമാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയിട്ട മകനായിട്ട് വട്ടം കറക്കുകയല്ലായിരുന്നോ ദേവയാനി? അതിനൊക്കെ ഭഗവാൻ കൊടുത്ത ശിക്ഷയാണോ എന്ന് ആർക്കറിയാം. എന്തായാലും അവൾക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. അല്ല, എങ്ങനെയാണ് വിവരങ്ങളെന്ന് മൂർത്തി മുത്തശ്ശൻ നമ്മുടെ ജയന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ജയൻ പറഞ്ഞു, അച്ഛാ, അവളുടെ വൃക്കയെ കൂടി സാരമായിട്ട് ആ വിഷം ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവളുടെ വൃക്ക മാറ്റി വെക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുമുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛാ. അതുമല്ല, ബ്ലഡ് മാറ്റുകയും ചെയ്യണം. അത് AB നെഗറ്റീവ് അല്ലേ അവളുടെ ഗ്രൂപ്പ്. അയ്യോ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? അത് അനാമിക മോളുടെ ഗ്രൂപ്പ് അതാന്നാ പറഞ്ഞത്. പക്ഷെ ആ കുട്ടിക്ക് ദേവയാനിക്ക് ബ്ലഡ് തരാൻ അത്ര കണ്ട് മനസ്സില്ലാന്ന് തോന്നുന്നു.
അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുത്തശ്ശൻ്റെ അടുത്ത് നമ്മുടെ നയന എത്തി. മുത്തശ്ശ, എൻ്റെ ഗ്രൂപ്പ് അമ്മയുടെ ഗ്രൂപ്പുമായിട്ട് മാച്ചാണ്, അതുകൊണ്ട് ഞാൻ അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാം, വേണ്ടി വന്നാൽ എൻ്റെ വൃക്ക ദാനം ചെയ്യാനും ഞാൻ തയ്യാറാണെന്നും നയന പറയുക. അപ്പം നയനയിലെ നന്മകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മൂർത്തിയാണെങ്കിലോ, മോൾ എന്തായാലും തയ്യാറായല്ലോ, മോളോട് ഇത്രയും ദ്രോഹമൊക്കെ ചെയ്ത ആ അമ്മായിയമ്മയെ രക്ഷിക്കാനായിട്ട് അവസാനം മോള് തന്നെ വേണ്ടി വന്നു. എന്തായാലും നയന മോളുടെ ബ്ലഡ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പാണല്ലോ, അതുകൊണ്ട് ഇപ്പം ആവശ്യത്തിനുള്ള ബ്ലഡ് മോള് കൊടുത്തോളും. അങ്ങനെ നമ്മുടെ നയന മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞതും കേട്ട് തൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടിയിട്ട് അവൾ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തതാണ്. അങ്ങനെ ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുക. പക്ഷേ ഇവളുടെ ബ്ലഡിലൂടെയാണ് ഇനി ദേവയാനിയുടെ ആ ഒരു ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്നും ഈ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന നമ്മുടെ ദേവയാനി എന്തുകൊണ്ട് നയനിയെ സ്നേഹിച്ചു കൊള്ളും എന്നുള്ളതൊക്കെയാണ് അപ്കമിങ് വിശേഷത്തിലുള്ളത്. അതുപോലെ നമ്മുടെ ഇത്രയും കാലവും നമ്മുടെ നയനയെ കുറ്റപ്പെടുത്തിയിരുന്ന ദേവയാനിയുടെ സ്വഭാവത്തിൽ നല്ലതുപോലെ മാറ്റങ്ങളും സംഭവിക്കും. അങ്ങനെ തൻ്റെ മരുമകളെ നെഞ്ചോട് ചേർക്കുന്ന ഒരമ്മായിയമ്മയായിട്ട് നമ്മുടെ ദേവയാനി മാറുമെന്നുള്ളതൊക്കെയാണ് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലുള്ളത്. എന്തായാലും അനാമികയും അവളുടെ അമ്മയുടെയും തനി സ്വഭാവം ആ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ ദേവയാനി അറിയുന്നുമുണ്ട്. നമ്മുടെ ദേവയാനിയെ കാണാൻ വേണ്ടിയിട്ട് അനാമിക ആ റൂമിനകത്ത് കയറി. അതിനുശേഷം വല്യമ്മ, എനിക്ക് വല്യമ്മയോട് വലിയ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ ബ്ലഡ് കൊടുക്കാനൊക്കെ എനിക്ക് പേടിയാണ്. എൻ്റെ ബ്ലഡ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വല്യമ്മ, അതുകൊണ്ട് എൻ്റെ ബ്ലഡ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും വല്യമ്മയ്ക്ക് മാച്ച് ചെയ്യുന്ന ബ്ലഡും കിട്ടും, വൃക്കയും കിട്ടും. വല്യമ്മ ഒരിക്കലും വിഷമിക്കരുത്, വല്യമ്മ വീണ്ടും ജീവിതത്തിലേക്ക് പഴയതുപോലെ തിരികെ വരുമെന്നൊക്കെ കൂടി ഇവള് പറയുക. അപ്പൊ ഇതൊക്കെ കേട്ട് ഒരക്ഷരം പോലും മിണ്ടാതെ ആ ഒരു സഡേഷനിൽ ദേവയാനി അവിടെ കിടക്കുന്ന സമയം നമ്മുടെ നയൻ ആ റൂമിലേക്ക് വന്നു. നയന വന്നിട്ടാണെങ്കിലോ, അമ്മ ഒരു കാരണം വെച്ചാലും വിഷമിക്കേണ്ട, അമ്മയെ രക്ഷപ്പെടുത്താനായിട്ട് ഞാനുണ്ടമ്മ, എൻ്റെ വൃക്കകൾ അമ്മയ്ക്ക് മാച്ചാകും, അങ്ങനെയാണെങ്കിൽ അത് ഞാൻ അമ്മയ്ക്ക് തരും. എന്തായാലും എൻ്റെ അമ്മയുടെ ജീവിതവും എൻ്റെ ആദർശേട്ടൻ്റെ സന്തോഷവും മാത്രമാണ് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് എന്നൊക്കെ കൂടി നയന ദേവയാനിയോട് പറയുക. അപ്പം ഈ മരുന്നിൻ്റെ മയക്കത്തിലാണെങ്കിലും ദേവേനി ഈ കാര്യങ്ങളൊക്കെ കേട്ടു. അപ്പം പുള്ളിക്കാരി മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക, എന്തായാലും താൻ ഒരുപാട് സ്നേഹിച്ച അനാമികയെക്കാളും എന്തുകൊണ്ടും നല്ലത് തൻ്റെ മരുമകളായിട്ടുള്ള നയന തന്നെയാണെന്ന് അങ്ങനെ അവർ സ്നേഹിക്കാൻ തുടങ്ങുകയാണ് നമ്മുടെ നയനയെ. അപ്പം അത്തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്